കാസർഗോഡ് കുമ്പളയിൽ വൻ കവർച്ച. അഭിഭാഷകരുടെ വീട്ടിൽ നിന്ന് 29 പവൻ സ്വർണവും വെള്ളിയും 5000 രൂപയും കവർന്നു. അഭിഭാഷകയായ ചൈത്രയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഷഫീഖ് നസറുദ്ദീൻ വിവരങ്ങളുമായി ചെയ്തു. ഷഫീഖ്, എപ്പോഴായിരുന്നു മോഷണം? കുമ്പള നായിക്കാപ്പിൽ ആണ് അഭിഭാഷകയുടെ വീട്ടിൽ വൻ കവർച്ച നടന്നത്. വീടിന്റെ പിൻഭാഗത്തെ വാതിൽ കുത്തി തുറന്ന് മോഷ്ടാക്കൾ അൽമാറയിൽ സൂക്ഷിച്ചിരുന്ന 29 പവൻ സ്വർണവും 1,00,000 ലക്ഷം രൂപ വില വരുന്ന വെള്ളി ആഭരണങ്ങളും 5000 രൂപയും കവർന്നു എന്നാണ് പ്രാഥമികമായി ലഭ്യമായ വിവരം. കാസർഗോഡ് ബാറിലെ അഭിഭാഷകയായ ചൈത്രയുടെ വീട്ടിൽ ഇവർ കുടുംബസമേതം അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയപ്പോഴാണ് ഈ സംഭവം നടന്നത് എന്നാണ് മനസ്സിലാവുന്നത്. 35 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം ഉണ്ടായതായാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം 6:30 മണിക്കും രാത്രി 8 മണിക്കും ഇടയിലാവാം ഈ കവർച്ച എന്നാണ് മനസ്സിലാവുന്നത്. ഇവർ കുടുംബസമേതം വീട് പൂട്ടി തൊട്ടടുത്തുള്ള ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. ആ ഉത്സവം കാണാൻ പോയ സമയത്താണ് ഇത്തരം ഒരു കവർച്ച നടന്നത്. വീട്ടിൽ രാത്രി തിരിച്ചെത്തിയപ്പോൾ വീട്ടിനകത്ത് ലൈറ്റുകൾ ഓൺ ചെയ്ത അവസ്ഥയിലായിരുന്നു. അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ അലമാര കുത്തി തുറന്ന് തുണിയും മറ്റ് വസ്ത്രങ്ങളും ഒക്കെ വാരി വലിച്ചിട്ട നിലയിൽ കണ്ടത്. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് വലിയ മോഷണം നടന്ന വിവരം അറിയുന്നത്. പിൻവാതിൽ ആണ് ഇത് തകർത്ത് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. ഇപ്പോൾ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചൈത്രയുടെ പരാതിയിലാണ് കുമ്പള പോലീസ് കേസെടുത്തത്.